ഹായ് ഹായ് നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു അല്ല പൊന്നു. നമ്മൾ പോകുന്നത് വെച്ചാൽ മോൻ്റെ LKG പഠനം പൂർത്തിയായതിനു ശേഷം ഇനി UKGയിലേക്ക്. അപ്പോൾ UKGയിലേക്കുള്ള ബുക്ക് വിതരണം ഇന്ന് സ്കൂളിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഞാനും ഏതൻ്റെ അച്ഛനും കൂടി എവിടെയാണ് പോകുന്നത്? സ്ഥലത്ത് സ്കൂളിലേക്ക്. നമ്മളപ്പോൾ പോയിട്ട് നമ്മളിപ്പോൾ ബുക്ക് വാങ്ങാൻ പോയിട്ട് വരാറ്. അങ്ങനെ നീണ്ട 1.5 മാസത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഏതൻ്റെ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്കൂളിൽ വെച്ചിട്ട് ബുക്ക് വിതരണമാണ്. അപ്പോൾ മെയ് 8, 9 തീയതികളിലായിട്ടാണ് ബുക്ക് വിതരണം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് 9-ാം തീയതിയാണ് സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മോൻ്റെ സ്കൂളിൽ LKG ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറും ഇനി UKGയിലേക്ക് പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചറെയും നേരിട്ട് കാണാൻ പോവുകയെന്ന് ഏതൻ. അപ്പോൾ ഏതൻ്റെ ഭാവപ്രകടനം എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ സ്കൂളിലേക്ക് പോവാം. നമുക്ക് പോവാം ടീച്ചറുടെ അടുത്തേക്ക് ബുക്ക് വാങ്ങാൻ. ഓക്കെ, നമ്മൾ ബുക്ക് വാങ്ങിയിട്ട് വരാം. ഗുഡ് മോർണിംഗ് ഏതൻ. ഗുഡ് മോർണിംഗ്. അതെ, ഏതൻ കുറച്ച് ശാഠ്യത്തോടുകൂടി എണീച്ചപ്പം ബുക്ക് വാങ്ങാന്ന് പറഞ്ഞപ്പോ അത് ഇഷ്ടപ്പെട്ടു. സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ഒരു കരച്ചിലായിരുന്നു, അതും മനസ്സിലാച്ചിട്ട് പിന്നെ റെഡിയായപ്പോ ഓക്കെ. എന്ത് പറ്റിയ ബുധനാഴ്ചത്തേക്കൊരു ഡ്രസ് കൂടി എല്ലാവരെയും കണ്ടിട്ട് ഇങ്ങനെ ടീച്ചറോട് ബുക്ക് വാങ്ങാൻ. പുസ്തകമാണ് നല്ല പോലല്ലേ? 2 കൈ കൊണ്ട് വാങ്ങാം. എഴുതലുണ്ടാകട്ടെ. നമ്മളെന്തെങ്കിലും ബുക്കിൽ എന്തെങ്കിലും എഴുതുമ്പോ ചുമലെഴുതും. അമ്മമ്മയുണ്ടാ വീട്ടില്? അമ്മമ്മയുണ്ട? ഇതാരാന്ന് പറഞ്ഞേ? ഏട്ടന്മാർ പറഞ്ഞ മറന്നുപോയ ടീച്ചർ കുറച്ച് നീളം വെച്ചില്ല. എന്താ ഒരു മാറ്റം വന്നില്ല? കുറച്ച് നീളം വെച്ചില്ല അല്ലേ? ടീച്ചർ നീളം വെച്ചേ കുട്ടിയായേ ഓർമ്മയുണ്ടോ? ഇല്ല. സ്റ്റാർ വരയ്ക്കുന്ന എല്ലാ കുട്ടിയായോണ്ടാണ് സ്റ്റാർ വരച്ചത് കേട്ടോ. എന്താ സ്റ്റാർ കാണിച്ചേ? സ്റ്റാർ കാണിച്ചേട്ടെ, കാണിക്ക് സ്റ്റാർ കാണിക്ക്. എന്താ പറ്റിയേ? ആകെ സ്റ്റക്കായി. മോനിടെ നിന്നോ? അമ്മ പോട്ടെ.
അതങ്ങനെ പേടി, അങ്ങനെ ഒരു പേടി ഉണ്ടാവും ഇവന് ഇവിടെ ആക്കിയിട്ട് പോകുന്നുണ്ടോന്ന്. ബൈ പറ. ടാറ്റ പറ. ചെല്ലു ടാറ്റ പറഞ്ഞേ. ശരിയാ ടീച്ചറെ. ബൈ പറ. ഏതെൻ്റെ ബുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതും ബുക്ക് കിട്ടിയപാട് ആദ്യം മണപ്പിച്ചാൽ നോക്കിയത്. നമ്മളും പണ്ട് അങ്ങനെ തന്നെയായിരുന്നില്ലേ, സ്കൂളിൽ നിന്ന് ബുക്ക് ഫസ്റ്റ് കിട്ടിയപാട് നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്രഷ് മണം അതെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അതേ മണം തന്നെയാണെന്ന് തോന്നുന്നുട്ടാ ഇപ്പോഴത്തെ ഈ ബുക്കിനുള്ളത്. പഠിക്കുന്നു ഇനിയിപ്പം ബുക്ക് കിട്ടിയതായതുകൊണ്ട് ഡെയിലി വീട്ടിലിരുത്തി കുറച്ച് നേരം പഠിപ്പിക്കണം. പഠിക്കാൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമില്ലാന്നേ ഉള്ളൂ. പിന്നെ ടീച്ചർ എപ്പോഴും പറയലുണ്ട് സ്കൂളിൽ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ എന്തായാലും കുട്ടികളെ കൊണ്ടെല്ലാം അക്ഷരങ്ങളൊക്കെ എഴുതിപ്പിക്കണം എന്നൊക്കെ. ഇവൻ എഴുതലില്ല, എഴുതാൻ കുറച്ച് മടിയാണ്, പക്ഷെ പഠിക്കും. ഇപ്പോൾ ടി വിയിലായാലും എല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ അക്ഷരമാലകളെ കുറിച്ചിട്ടെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ നന്നായിട്ട് അത് നോക്കിയിരിക്കും, അത് പറഞ്ഞു തരും. പഠിക്കാൻ മോൻ ഇഷ്ടമാണ്. അല്ലേ നമ്മളിനി ഡെയിലി ബുക്ക് പഠിക്കൂലേ, ടെക്സ്റ്റ് ബുക്ക്. ഇതാണ് ഇനി UKG പഠിക്കാൻ പോകുന്നത്. കുറേ കഥകളുണ്ട്, കവിതയുണ്ട്, പിന്നെ കളറിങ് ഉണ്ട്, മാത്സ് പഠിക്കണ്ടേ നമുക്ക്. അക്ഷരങ്ങളെല്ലാം ഓർമ്മയുണ്ട് കേട്ടോ. ഇതോ അമ്മ ഈച്ച ഞാൻ കരുതി ഇവന് അക്ഷരങ്ങളെല്ലാം കുറച്ചൊക്കെ മറന്നിട്ടുണ്ടാവുന്ന കരുതിയത്. പക്ഷെ ഒന്നും മറന്നിട്ടില്ല, ആളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അക്ഷരങ്ങൾ ഞാൻ അക്ഷരങ്ങൾ തൊട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അത് ഏതാ അക്ഷരം ഞാൻ പറയുന്നുണ്ട്. അതാ കാണിച്ചു തരാം. പൊന്നു ഇതേതാ അക്ഷരം? ഇതോ എ. ഇതോ ഇതോ ഐവർ. അക്ഷരങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്താ ഇത് കൂട്ടി വായിക്കണ്ടല്ലേ? ഇനി ഇതെല്ലാം ഇനിയിപ്പോൾ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. അക്ഷരങ്ങൾക്ക് വള്ളിയും പുള്ളിയെല്ലാം ഇട്ടിട്ട്. അങ്ങനെ ഏതിൻ്റെ ബുക്കുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് മൂഡ് ഔട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ആളെ ഇവിടെ സ്കൂളിലെത്തി പുതിയ ബുക്ക് കിട്ടിയപ്പോൾ കുറച്ച് ചിരിയൊക്കെ വന്നു. ടീച്ചർമാരോടൊന്നും മിണ്ടിയിട്ടില്ല ആള്. ഇനി കുറച്ചായിട്ട് ഈ ഒരു മൂഡിൽ തന്നെ ഇങ്ങനെ കുറച്ചായിട്ട് ബുക്കുകളെല്ലാം ഒന്ന് പഠിപ്പിക്കണമെന്നുണ്ട്. അത് സൂത്രത്തിൽ ഇവനെ പഠിപ്പിക്കണം. ഇതേ മൂടാണെങ്കിൽ എന്തായാലും അവൻ പഠിക്കാനിരിക്കും. ആദ്യം കിട്ടിയപാടും ഭയങ്കര സന്തോഷമായി. ബുക്കെല്ലാം ഒന്ന് തുറന്ന് നോക്കി, അത് മണപ്പിച്ച് നോക്കി. ആൾ കുറച്ച് ഹാപ്പി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മൂഡിൽ തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ചായിട്ട് ഇരുന്ന് പഠിപ്പിക്കണം എല്ലാവരും.